അപ്പോൾ ഗ്രൂപ്പ് പറഞ്ഞു, റിങ് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഫീൽഡ്. അപ്പോൾ ഫീൽഡിന് നമ്മൾ റെപ്രസെൻറ്റേഷനിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ F ആണ്. അപ്പോൾ അവിടെ 3 എലമെൻറ്റ്സ് തന്നെയാണുള്ളത്. ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, ദെൻ 2 ഓപ്പറേഷൻ. അപ്പോൾ ഈ ഫീൽഡിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്താണെന്ന്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഇൻ വിച്ച് സെക്കൻഡ് ഓപ്പറേഷൻ സാറ്റിസ്ഫൈസ് ഓൾ 5 പ്രോപ്പർട്ടീസ് ഡിഫൈൻഡ് ഫോർ ദ ഫസ്റ്റ് ഓപ്പറേഷൻ. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞ ഈ 5 പ്രോപ്പർട്ടിയും നമ്മുടെ ഫീൽഡിൻ്റെ കേസിലാകുമ്പോൾ സെക്കൻഡ് ഓപ്പറേഷനിലും ഈ 5 എണ്ണവും ഇൻകോപ്പറേറ്റഡ് ആയിരിക്കും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു എക്സെപ്ഷനോട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എക്സെപ്റ്റ് ദാറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഹാസ് നോ ഇൻവേഴ്സ്. ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ഡിഫറൻസ്. പിന്നെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെയർ ഓഫ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ ഫീൽഡിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അഡീഷൻ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അപ്പോൾ സബ്ട്രാക്ഷനോ സപ്പോർട്ട് ചെയ്യും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഡിവിഷനോ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ കേസിലാണ് ആകെയുള്ള എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബൈ 0 നമ്മൾ അലോ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച പോലെ തന്നെ റിങ്ങിനെ പോലെ തന്നെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ 2 ഓപ്പറേഷൻസും ഉണ്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 5 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി സെക്കൻഡ് ഓപ്പറേഷൻ്റെ കേസിലും ഇൻ ദ കേസ് ഓഫ് ഫീൽഡ് ഈ 5 പ്രോപ്പർട്ടീസ് സെക്കൻഡ് ഓപ്പറേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആകെയുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ എന്താണെന്നുള്ളതാണ് ഈ നോട്ടായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളുടെ ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമെന്നില്ല വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ അല്ലെങ്കിൽ എക്സെപ്ഷൻ മാത്രമേ നമ്മൾ സെക്കൻഡ് ഓപ്പറേഷൻ്റെ കേസിൽ വരുന്നുള്ളൂ. ഫസ്റ്റ് ഓപ്പറേഷനും സെക്കൻഡ് ഓപ്പറേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഫീൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫൈനൈറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫീൽഡ് നമുക്ക് പല ഓർഡറിൽ ഡിഫൈൻ ചെയ്യാം. ഫൈനൈറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഇൻഫിനിറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി ആ ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഈ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, ഈ കാണുന്ന സെറ്റില്ലേ, ഈ സെറ്റിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്തുമാത്രം എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയാം. അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ ഫീൽഡ് വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മളുടെ ഈ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മൾ ക്രിപ്റ്റോഗ്രഫിക് ഓപ്പറേഷൻസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടാവും. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ റീഡബിൾ ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം എൻകോഡ് ചെയ്ത് വേറൊരു ഫോമിലാക്കി അല്ലെങ്കിൽ റീഡബിൾ അല്ലാത്തൊരു ഫോമിലാക്കിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിസീവർ സൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ക്രിപ്റ്റോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിലെല്ലാം ബേസിക്സ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ് ഈ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫീൽഡിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി, ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് എല്ലാം 2 ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നും പറഞ്ഞു. ഇനി ഈ ഫീൽഡിൽ തന്നെ ആ സെറ്റിലെ എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ് ഫൈനൈറ്റ് ഫീൽഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ഫൈനൈറ്റ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ബാക്കി മുമ്പോട്ടേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പല ഓർഡറുള്ള ഫൈനൈറ്റ് ഫീൽഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി അത് കോമൺ ആയിട്ട് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗലോയ്സ് അല്ലെങ്കിൽ ഗാൽവ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ആൾ പ്രൂവ് ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഓഫ് ദ ഓർഡർ ഓഫ് p⁻n. p എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്, n എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡ്സിന് അല്ലെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് ഗലോയ്സ് എന്ന് പറഞ്ഞാൽ ഗാൽവ എന്ന് പറഞ്ഞ സയൻസ് മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ട് ആളുടെ പേരിലാണ് ഈ സാധനം അല്ലെങ്കിൽ ഈ ഫീൽഡ് അറിയപ്പെടുന്നത്. അതിനുകൊണ്ടാണ് ഗലോയ്സ് ഫീൽഡ് എന്ന് ഇതിനെ പറയും. അപ്പോൾ ഈ ജിയും എഫും കൂട്ടിയിട്ടാണ് ഈ GF ഓഫ് p⁻n റെപ്രസെൻറ്റേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ GF എന്ന് പറഞ്ഞാൽ ഗലോയ്സ് ഫീൽഡ്. അപ്പോൾ ഗലോയ്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ p⁻n ആയിരിക്കണം, വേർ p ഈസ് എ പ്രൈം ആൻഡ് n ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ GF ഓഫ് p⁻n എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇറ്റ്സ് എ ഗലോയ്സ് ഫീൽഡ്. അതിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ആ ഫീൽഡിൻ്റെ ഓർഡറാണ് ഈ p⁻n ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, നമ്മൾ ആ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് വരാം, അതാണ് ഈ p⁻n എന്ന് പറയുന്നത്. p⁻n ടേംസിൽ അതിൽ എലമെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്കതിനെ ഗലോയ്സ് ഫീൽഡ് എന്ന് പറയാം. സോ ഗലോയ്സ് ഫീൽഡ് GF ഓഫ് p⁻n ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് വിത്ത് p⁻n എലമെൻറ്റ്സ്. ഇനി ഇതിൻ്റെ തന്നെ എക്സെപ്ഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ p⁻n ആണ് നമ്മൾ ഓർഡർ പറഞ്ഞത്. ഇനി n-ൻ്റെ വാല്യൂ 1 ആവുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കേസിൽ കിട്ടുന്നതാണ് GF ഓഫ് p ഫീൽഡ് എന്ന് പറയും. അതായത് നമ്മൾ എല്ലാം GF ഉപയോഗിച്ച് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ n = 1 വി ഹാവ് GF ഓഫ് p ഫീൽഡ്. ദിസ് p ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ZP എന്ന് പറയുന്നതാണ് നമ്മളെ സെറ്റ്.
അപ്പോൾ ഇസഡ് പി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇസഡ് പി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഫ്രം 0 to p-1. അപ്പോൾ ഈ GF(P) ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഇസഡ് പി എന്ന് പറഞ്ഞാൽ 0 മുതൽ p-1 വരെയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും അതിൽ ഇൻകോപ്പറേറ്റഡ് ആയിരിക്കുക. അത് കൂടാണ്ട് 2 അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യും, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അഡീഷൻ്റെ കേസിലാണെങ്കിൽ എല്ലാ എലമെൻറ്റ്സിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ എലമെൻറ്റ്സിന് മാത്രമായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുക. സീറോയ്ക്ക് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് GF(P) അല്ലെങ്കിൽ GF(P) ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 കേസുകൾ നമ്മൾ പറഞ്ഞു, ഫൈനൈറ്റ് ഫീൽഡ് പറഞ്ഞു, ഫൈനൈറ്റ് ഫീൽഡിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസും പറഞ്ഞു. അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ കൗണ്ട് ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ അത് ഏത് ഓർഡറിലായിരിക്കും, അത് എന്ത് വാല്യൂ ആയിരിക്കും വരാൻ പറ്റുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താണ് ഗാലോയിസ് എന്നാണ് മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ GF(P)n ആളതിനെ റെപ്രസെൻറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഫീൽഡ് ഫൈനൈറ്റ് ആവണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു P(n). ഞാൻ അതിൽ n1 ആവുന്നതാണ് നമ്മളെ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞത് GF(P) ഫീൽഡ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ZP, ദാറ്റ് ഈസ് 0 to p-1 വരെ വാല്യൂസ് ആയിരിക്കും അതിലുണ്ടാവുക. അതിൽ ഉപയോഗിക്കുന്ന 2 ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ GF(2) നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് GF(5). GF(5) എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ Z5 ആയിരിക്കണം. Z5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 0 മുതൽ p-1 വരെയുള്ള വാല്യൂസ് വരാം. എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 വരെയുള്ള എലമെൻറ്റ്സ് അതിൽ ഇൻകോപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ കാണിച്ചേക്കുന്നത് ഉപയോഗിക്കുന്ന സെറ്റ്. GF(5) എന്ന് പറയുമ്പോൾ അതിൽ 0 മുതൽ 4 വരെയുള്ള എലമെൻറ്റ്സിൻ്റെ സെറ്റ്. ഇവിടെയും 2 ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ആണ്, ഒന്ന് പ്ലസും ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അഡീഷണൽ ടേബിൾ. ദിസ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻഡ് ദിസ് ഈസ് അഡിറ്റീവ് ഇൻവേഴ്സ് ആൻഡ് ദിസ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി അഡീഷണൽ ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 0 to 4 റോ വൈസും കോളം വൈസും കാണാം. അപ്പോൾ ഓരോ കേസിൽ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഡീഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ അഡീഷൻ്റെ റിസൾട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സെറ്റിന് പുറത്തേക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ മോഡുലാർ അരിത്മെറ്റിക് അല്ലെങ്കിൽ മോഡുലാർ ഓപ്പറേഷൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് സെറ്റിലേക്കാക്കി മാറ്റുക. ഇപ്പോൾ 0 ഈ എലമെൻസിൻ്റെ കൂടെ ആഡ് ചെയ്താലും ഇതേ എലമെൻറ്റ്സ് തന്നെ കിട്ടുക. അതുകൊണ്ട് 0, 1, 2, 3, 4. ഇനി 1+ ഈ സെയിം സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നോക്കിയാൽ 1 + 0 എന്ന് പറയുമ്പോൾ 1 കിട്ടി, 1 + 1 എന്ന് പറയുമ്പോൾ 2 കിട്ടി, 1 + 2 is 3, 1 + 3 is 4. ഇനി 1 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. സോ 5 വരുമ്പോൾ സിറ്റുവേഷൻ നമ്മൾ GF(5) ആണ് ഇവിടെ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ റിസൾട്ട് മാക്സിമം വാല്യൂ നമുക്ക് 4 വരെ വരാൻ പാടുള്ളൂ. അത്രയാണ് നമ്മൾ സെറ്റിലെ എലമെൻറ്റ്സ് പെർമിറ്റഡ് ആയിട്ടുള്ളൂ. ഈ 4-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ കിട്ടിയാൽ നമ്മൾ അതിനെ മോഡുലോ 5 ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് 5 കിട്ടിയേക്കുന്നത് കൊണ്ട് 5 mod 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിസൾട്ട് ഈസ് 0. അതുകൊണ്ടാണ് ഇവിടെ 0 റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് 2 വരുമ്പം 2 + 0 2, 2 + 1 3, 2 + 2 4. ഈ 2 + 3 എന്ന് പറയുമ്പോൾ എന്തായി 5 കിട്ടി. അപ്പോൾ അഗെയിൻ 5 mod 5 ദാറ്റ് ഈസ് 0. ദെൻ 2 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കിട്ടി. 6 mod 5 എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടി. നെക്സ്റ്റ് ഈസ് 3 + 0 3, 3 + 1 4, 3 + 2 5 കിട്ടും. അപ്പോൾ അതിന് 5 mod 5 0 ആയി. ഇനി 3 + 3 6 കിട്ടും. സോ 6 mod 5 is 1. 3 + 4 7 കിട്ടും. 7 mod 5 is 2. സിമിലർലി ലാസ്റ്റ് റോയും ഇപ്പോൾ 4 + 0 എന്ന് പറഞ്ഞാൽ 4 തന്നെ. 4 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആയി. സോ 5 mod 5 ആയപ്പോൾ 0 ആയി. ഇനി 4 + 2 ആകുമ്പോൾ 6 കിട്ടി. 6 mod 5 is 1. ഇനി 4 + 3 എന്ന് പറഞ്ഞാൽ 7 കിട്ടി. 7 mod 5 equal to 2. ഇനി 4 + 4 is 8. 8 mod 5 is 3. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഡീഷണൽ ടേബിൾ ഫിൽ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ നമ്മൾ അഡീഷണൽ ടേബിളിൽ നമ്മൾ എവിടെയൊക്കെ 0 വരുന്നുണ്ട് നോക്കാം. അല്ല അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ് നമ്മൾ 0 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റും അതിന് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ അത് ഈ ടേബിളിനുള്ളിൽ എവിടെയെല്ലാം ഏതെല്ലാം റോസിൽ 0 വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് 0 വരുന്നത്. അപ്പോൾ അവിടെ ഇൻപുട്ട് രണ്ടും 0 0 ആണ്. സോ 0 is the inverse of 0. അതാണ് ഈ 0 0 എഴുതിയേക്കുന്നത്. ഇനി സെക്കൻഡ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് 0 കിട്ടിയേക്കുന്നത്. സോ ഇവിടെ 1ഉം ഇവിടെ 4ഉം ആണ്. സോ 1ൻ്റെ ഇൻവേഴ്സ് അല്ല ആക്റ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി അടുത്ത റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അവിടെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് 0 വന്നേക്കുന്നത്. സോ 2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അതാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഈസ് 3യുടെ റോയിൽ നമുക്ക് ഇവിടെയാണ് കിട്ടിയേക്കുന്നത് 0. ദാറ്റ് ഈസ് 2ൻ്റെ കോളത്തിൽ. സോ 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് 4. 4ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 0 കിട്ടിയേക്കുന്നത് 1 എന്ന് പറഞ്ഞ കോളത്തിലാണ്. സോ 4ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഡീഷൻ്റെ ടേബിൾ കണ്ടുപിടിക്കുക. ആ ടേബിളിൽ നിന്ന് ഏതെല്ലാം പൊസിഷൻസിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെന്ന് നോക്കുക. ആ 0 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് പെയേഴ്സ് ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് അഡിറ്റീവ് ഇൻവേഴ്സ് പെയേഴ്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കാണുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. നമുക്കറിയാം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിസൾട്ടും 0 തന്നെ കിട്ടും. നെക്സ്റ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് വാല്യൂസ് എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നെക്സ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഈ ഫസ്റ്റ് കോളത്തിൽ കാണുന്ന വാല്യൂ 0 ആയതുകൊണ്ട് ഇത് മുഴുവൻ 0 ആയി പോയി. 2 × 1 is 2, 2 × 2 is 4, 2 × 3 is 6. സോ 6 ആകുമ്പോഴത്തേക്ക് നമ്മൾ 6 mod 5 ചെയ്ത് അതിനെ 1 ആക്കി റെഡ്യൂസ് ചെയ്തു. 2 × 4 is 8, 8 mod 5 എന്ന് പറയുമ്പോൾ 3 ആയിട്ട് മാറി. ഇനി 3യുടെ കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റ് 3യുടെ റോയിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് നമുക്കറിയാം 0 ആയതുകൊണ്ട് അത് 0 ആയിപ്പോയി. 3 × 1 is 3, 3 × 2 is 6, 6 mod 5 എന്ന് പറയുമ്പം 1 കിട്ടി. 3 × 3 is 9, 9 mod 5 = 4 കിട്ടും. 3 × 4 is 12, 12 mod 5 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇനി അടുത്ത 4 × 0 is 0, 4 × 1 is 4, 4 × 2 is 8. അപ്പോൾ 8 mod 5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3. ഈ 4 × 3 എന്ന് പറഞ്ഞാൽ 12, 12 mod 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 കിട്ടും. ദെൻ 4 × 4 16, 16 mod 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 3 15 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 1 ആയിരിക്കും. സോ ദിസ് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ അഡീഷൻ്റെ ടേബിളിൽ എവിടെയെല്ലാം 0 വരുന്നുണ്ടെന്നാണ് നോക്കിയത്. ഇനി മൾട്ടിപ്ലിക്കേഷൻറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിളിൽ നമ്മൾ നോക്കേണ്ടത് എവിടെയെല്ലാം 1 വരുന്നുണ്ട് അതാണ്. അപ്പോൾ ആ 1 നമ്മുടെ ടേബിളിനുള്ളിൽ എവിടെയൊക്കെ വരുന്നുണ്ടോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂസ് ആയിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പെയർസ്. ഈ ടേബിളിൽ നമ്മൾ നോക്കിയാൽ 0യ്ക്ക് ഇൻവേഴ്സ് ഇല്ല. ഇവിടെ എവിടെ നമുക്ക് 1 കിട്ടിയിട്ടില്ല. സോ 0യ്ക്ക് ഇൻവേഴ്സ് ഇല്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് 1ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് 1 കിട്ടിയേക്കുന്നത്. സോ 1 1നാണ് 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1 തന്നെയാണ്, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി 2ൻ്റെ കേസിലാണ് നമുക്ക് 3 വരുമ്പോഴാണ് 1 കിട്ടിയേക്കുന്നത്. സോ 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, അതാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് 3യുടെ കേസിലാണെങ്കിൽ 2ലാണ് നമുക്ക് 1 കിട്ടുന്നത്. സോ 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസ് 2. ഈ 4ൻ്റെ കേസിലാണെങ്കിൽ 4 വരുമ്പോഴാണ് നമുക്ക് 1 കിട്ടിയത്. സോ 4ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ദാറ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് 4. അപ്പോൾ അതാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക, അതിൽ നിന്ന് 1 വരുന്ന കറസ്പോണ്ടിങ് പെയേഴ്സ് എടുക്കുക. അപ്പോൾ ആ പെയേഴ്സാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. 1ൻ്റെ കേസിലാണെങ്കിൽ 1 തന്നെ, 2ൻ്റെ കേസിലാണെങ്കിൽ 3, 3യുടെ കേസിലാണെങ്കിൽ 2, 4ൻ്റെ കേസിലാണെങ്കിൽ 4. ഇതാണ് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പെയേഴ്സ്.